കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയേക്കാം. സച്ചേട്ടൻ ഇപ്പൊ വാ. ഓണോ രേവതി, ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞില്ലല്ലോ. ഓണം വന്നിങ്ങോട്ട് വാ. വരാൻ രേവതി വാ ഇങ്ങോട്ട്. സച്ചേട്ടൻ ഇങ്ങ് വന്നേ. എല്ലാരും ഇവിടെ അല്ലേ, നമ്മൾ പോയി എങ്ങനെ ശരിയാവും? ശരി ശരി സച്ചേട്ടൻ കേറ്. ഇങ്ങനെയുണ്ടോ മണ്ടന്മാര്? അയ്യോ സോറി, ഞാൻ പെട്ടുപോയതാ. അവക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് ഭാര്യയും പിള്ളേരും ഉള്ളതാ. പ്ലീസ്. ഇത് ഞാനാ. നീയായിരുന്ന? ഞാൻ വിചാരിച്ചു സച്ചിയാണെന്ന്. സച്ചിയൊക്കെ പോയി. വീട്ടിലുള്ള എല്ലാവരും ഞാൻ തന്ത്രപൂർവ്വം പറഞ്ഞു വിട്ടു. സത്യം? എല്ലാരും ഞാൻ വിട്ടു. ഞാനേ ഒന്ന് ശ്വാസം വിടട്ടെ. ഇനി നിങ്ങളെ ഇവിടെ മേഞ്ഞു നടന്നോ? മേഞ്ഞു കിടക്കാൻ ഞാനെന്താ ആടോ? നല്ലൊരു ദിവസം ഇങ്ങനെ ആയിപ്പോയി. എന്നാലുവേ നിനക്ക് ഭാഗ്യമുണ്ട്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. സുധിയെ ആന്റി അങ്കിളിനെ ഒന്നും പറഞ്ഞയക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. സച്ചിൻ രേവതിയും എന്റെ സൂത്രത്തിൽ വീഴില്ലേന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം അവരും വീണു. നീയേ ഭയങ്കര ബുദ്ധിശാലിയാണ് കേട്ടോ. അതെ, ഞാൻ ബുദ്ധിശാലി അല്ലെങ്കിൽ ആ വീട്ടിൽ ഇത്രയും കാലം കഴിയാൻ പറ്റുമായിരുന്നോ? നീ ബുദ്ധിശാലി ആയതുകൊണ്ട് മാത്രമല്ല, ആ വീട്ടുകാരെ മണ്ടന്മാരായതുകൊണ്ടാ നിനക്ക് ഇത്രയും കാലം പിടിച്ചിരിക്കാൻ പറ്റിയേ. അതിലേറ്റവും വലിയ മണ്ടനെ നിന്റെ ഭർത്താവ്. ഇത്രയും നേരം ഒളിവിൽ കഴിയുന്നത് പോലെ ആയിരുന്നല്ലോ. വേണ്ടപ്പെട്ടവരെ ഒന്ന് നേരാവണ്ണം കാണാൻ പോലും പറ്റിയില്ല, സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാനേ പോയി എല്ലാവരെയും ഒന്ന് കാണട്ടെ. ഇനി നിങ്ങൾ ആരെ വേണേലും കണ്ടോ. ഞാണിന്മേലായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോഴൊന്ന് നിലത്തിറങ്ങിയത്. കയ്യിൽ കിട്ടിയ ജീവിതം നഷ്ടപ്പെടാതിരിക്കാനാ ഞാൻ ഈ കള്ളത്തരമൊക്കെ കാണിച്ചത്. ഈ ഒളിച്ചുകളി കളിക്കുന്നതും അതിനൊക്കെ തന്നെയാ. ഈ കളിയിലെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ തന്നെയാ. താങ്ക് യു. ഞാൻ ചെല്ലട്ടെ. ഒന്ന് നിന്നേ. എത്ര കാലം ഇങ്ങനെ ഒളിച്ചു കളിക്കാനാ? എന്നായാലും പിടിക്കപ്പെടും ശ്രുതി. ഒളിച്ചു കളിക്കുന്നതിൽ നിനക്ക് ലാഭമുണ്ട്, എന്നാ എനിക്ക് നഷ്ടമാ. ഞാനൊരു ഇറച്ചിവെട്ടുകാരനാ. ലാഭം നോക്കിയാ കച്ചവടമൊക്കെ നടത്തുന്നത്. ആദ്യമായിട്ടാ ഇങ്ങനൊരു നഷ്ടക്കച്ചവടം നടത്തുന്നത്. അപ്പോ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നിങ്ങക്ക് കാശ് വേണം, അതാണോ ഉദ്ദേശിച്ചേ? ആർക്ക് വേണം നിന്റെ കാശ്? എനിക്ക് നഷ്ടമായതേ എന്റെ ജീവിതത്തിലെ സന്തോഷാ. നിനക്കറിയോ, ഞാനിപ്പോ ഭയന്നാ ജീവിക്കുന്നേ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കളിന്നേ നീ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. അത് നടക്കുന്ന തോന്നുന്നില്ല ബീരാനെ. നിങ്ങളുടെ സഹായം എനിക്ക് ഇനിയും വേണ്ടി വരും. എന്റെ വീട്ടിലെ മണ്ടന്മാരെ കൂടുതൽ മണ്ടന്മാരാക്കാൻ, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. നിങ്ങൾ എന്നെ കൈവിടില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. കാരണം നിങ്ങളൊരു നല്ല മനുഷ്യനാ. ഉള്ളിൽ സ്നേഹവും കരുണയും ഒക്കെ ഉള്ളയാൾ. മറ്റൊരാളെ കരയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ കരയാൻ നിങ്ങൾ ഒരിക്കലും ഒരു കാരണമാവില്ല. എന്നാ ഞാൻ പോട്ടെ. എന്തൊരു പെണ്ണായത്. എന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുക. അടുത്ത കാലത്തൊന്നും അഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ വിധി അല്ലാതെ എന്ത് പറയാ.
നന്നായി വാ മക്കളെ. എണീക്ക്. അച്ഛാ, സച്ചേട്ടനും രേവതി ചേച്ചി എവിടെ? അവരെ കാണുന്നില്ലല്ലോ. ആ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണക്കാരവരാ. അവരുടെ അനുഗ്രഹം മേടിക്കണം അച്ഛാ. അതെ അച്ഛാ, അവരാ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ജീവിക്കാനുള്ള കാരണക്കാര്. ആ, ഞാൻ വിളിക്കാം. അശോകനങ്ങളാണല്ലോ. സ്പീക്കറിലിട്ടെ. ആ അങ്ങളെ. ആ സച്ചി, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞങ്ങള് പുറത്താ ഉള്ളത്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് പോകാനോ? അപ്പൊ നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവിടാൻ ചെറുക്കന്റെ വീട്ടിലേക്ക് പോണില്ലേ? ഇല്ല അങ്കിൾ, വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ കുറച്ച് മാല കൊടുക്കാനുണ്ട്. അതെന്താ നിങ്ങൾ പറയാതെ പോയത്? അത് ധൃതി പിടിച്ചിറങ്ങിയപ്പോ അങ്കിളിനോട് പറയാൻ വിട്ടുപോയതാ. തിരക്കല്ലേ. എന്തായാലും നിങ്ങൾ വാ, ചെറുക്കനെയും പെണ്ണിനെയും അനുഗ്രഹിച്ചിട്ട് പോ. അത് വേണോ അങ്കിളെ? മനസ്സുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹം അവക്കില്ലേ? അതെനിക്കറിയില്ലേ. മാള് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ വിളിച്ചേ. അവളുടെ ഒരു ആഗ്രഹമല്ലേ. രണ്ടുപേരും വന്നിട്ട് പോ. ശരി അങ്കിളെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. നമുക്ക് പോണം സച്ചേട്ടാ. മാളുവിന്റെ ആഗ്രഹമല്ലേ. എന്തായാലും വണ്ടി തിരിക്കുക. ആ, ഓട്ടോ വരാൻ കുറച്ച് ലേറ്റായി. ഞാൻ വീട്ടിലേക്ക് വരിക. ആ, സുധി അങ്ങോട്ട് പോരെ. ശരി. എന്തു പോക്കാ നിങ്ങൾ രണ്ടുപേരും പോയത്? പോകുമ്പോ പറഞ്ഞിട്ട് പോണ്ടേ? പിള്ളേർക്ക് അനുഗ്രഹം വാങ്ങിക്കണ്ടേ? വാ വാ ഇങ്ങോട്ട് വാ. സച്ചിയേട്ടൻ വന്നു. ചേച്ചി, ഏട്ടാ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ അച്ഛനമ്മയ്ക്ക് വിഷമമായേനെ. അവരൊന്നും ആ കല്യാണത്തിന് കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചു. അതിന് കാരണക്കാരൻ നിങ്ങളാ. നിങ്ങളുടെ അനുഗ്രഹം വേണം ഞങ്ങൾക്ക്. രണ്ടുപേർക്കും നന്മ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ. അതെ, ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. ഈ കല്യാണം ഇങ്ങനെ നടക്കാൻ നിങ്ങളെപ്പോലെ കാരണക്കാരായ ഒരാൾ കൂടിയുണ്ട്, എന്റെ അമ്മാവൻ. ആ, നിന്റെ അമ്മാവനെ കുറിച്ച് ഇവരോട് പറഞ്ഞിരുന്നു. ഇവരെ കുറിച്ച് നിന്റെ അമ്മാവനോടും. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണമെന്ന് പറയണതല്ലാതെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അമ്മാവനെ ഇന്ന് ഞാൻ പോലും ശരിക്ക് കണ്ടില്ല. ഒന്ന് ഫോട്ടോ എടുക്കാൻ കൂടെ നിന്നിരുന്നു, പിന്നെ കണ്ടതേയില്ല. കല്യാണ സമയത്ത് മണ്ഡപത്തിൽ പോലും വന്നില്ല. എന്താണാവോ പറ്റിയത്? എന്നാലും ആളിത് എവിടെ പോയി? അമ്മാവനെ കണ്ടുപിടിക്കണമല്ലോ. ആ ചേട്ടാ, ഒന്നിങ്ങി വരോ, ഒന്ന് ചെന്ന് അമ്മാവനെ കൂട്ടി. ആ ചെല്ല്, അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം. അതെ, നിങ്ങളുടെ അമ്മാവന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. പോരെ? മതി ചേട്ടാ. കറികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലായിടത്തും എത്തുമല്ലോ. പേടിക്കണ്ട, എല്ലാം എത്തും. ആ, എന്നാലും നോക്കിയും കണ്ടുമൊക്കെ വിളമ്പാൻ പറയണം. കുറച്ച് ബാക്കിയായാലും സാരമില്ല, ആർക്കും എത്താതിരിക്കരുത്. ഒരിക്കലും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. ജയരാജേട്ടാ, ഫെബിൻ വിളിക്കുന്നുണ്ട്. ഓ, മക്കളോടൊന്ന് നേരാവണ്ണം സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ ചെല്ലട്ടെ, വാ.
ദേ ആ ടീം ഇവിടെ ഇല്ല, പോയെന്ന് തോന്നുന്നു. ആ എന്നെ പിടിച്ച് പോയതായിരിക്കും. എന്താ നോക്ക്, സച്ചേട്ടാ, ശ്രുതിയുടെ ഇളയച്ചനല്ലേ അത്? ഇത് എന്താ ഇവിടെ? അമ്മാവൻ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? താലികെട്ട് സമയത്തൊന്നും അമ്മാവനെ കണ്ടില്ലല്ലോ. താലികെട്ട് ഞാനില്ലെങ്കിലും നടക്കും. ഞാനില്ലെങ്കിൽ നടക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും എന്റെ കണ്ണെത്തണമായിരുന്നു. തിരക്കായി പോയി. തിരക്കിനിടയിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ പോലും മറന്നു. അമ്മാവനാ? മാളു, അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ. അതെ, അതാണ് ഫെബിന്റെ അമ്മാവൻ. എന്റെ സുഹൃത്തിന്റെ മകനെയും മരുമകളെയും കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിവരാ, സച്ചിയും രേവതിയും. ഇവരിവിടെ നിന്ന് പോയെന്നല്ലേ ശ്രുതി പറഞ്ഞത്? പെട്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എടുത്തിയാടി ഓടിയല്ല. ആന്റി, സുധി, ഇതാണ് എന്റെ ഇളയച്ചൻ. അയാള് ശ്രുതിയുടെ ഇളയച്ചനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടേക്കോ ഒരു പന്തികേടുണ്ട്. പച്ചക്കറി കട്ട് ചെയ്യുന്ന പോലെ അല്ല അദ്ദേഹം കട്ട് ചെയ്യുന്നേ. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന പോലെയാ. അതെ, എനിക്കും തോന്നി. രവിയേട്ടാ, അച്ഛനെ അവരെല്ലാരും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞു മോളെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്ന് കാണാനല്ലേ? ഫെബിന്റെ കുടുംബത്തിന്റെ എല്ലാമാണ് ഇദ്ദേഹം. ഇറച്ചി വെട്ടാ ജോലി. 10-25 വർഷമായി ഒരു ഇറച്ചിക്കട നടത്തുക. ഇദ്ദേഹത്തിന്റെ ഇറച്ചിക്കട ആ ഏരിയയിൽ ഫേമസാ. ബീരാൻ എന്നാ ഇദ്ദേഹത്തെ എല്ലാവരും വിളിക്കാറ്. അല്ല, ശരിക്കും നിങ്ങളുടെ പേരെന്താ? ആ, ജയരാജ്. ജയരാജ്. ശരിക്കും നിങ്ങളുടെ പേരെന്താ? ആ, ജയരാജ്. ജയരാജ്. ജയരാജ് നല്ല തങ്കപ്പെട്ട മനുഷ്യനാ. ഈ കല്യാണം നടത്തിയത് ഇദ്ദേഹ. ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇദ്ദേഹം ചെയ്തു. ആ, പിന്നെ നല്ല നാടക നടനാ. സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയില് അമ്മാവൻ ആദ്യമായിട്ട് ചെയ്ത കഥാപാത്രത്തിന്റെ പേരാ ബീരാൻ. ആ കഥാപാത്രത്തിന്റെ പേരിലാ ഇപ്പോഴും അറിയപ്പെടുന്നത്. എല്ലാരും ബീരാൻ എന്നാ വിളിക്കുന്നേ. ആ കഥാപാത്രം അമ്മാവന്റെ ശരീരത്തു നിന്നും മനസ്സൊന്നും ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. വേഷവും നടപ്പും എടുപ്പും ഒക്കെ അതുപോലെ തന്നെയാ, അല്ലേ അമ്മാവാ?
നിങ്ങൾ ആരും കാണാത്തൊരു കഥാപാത്രം കൂടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറാ അല്ലേ ഇളയച്ച? ഇളയച്ചനോ? ആ, ഇളയച്ചൻ കഥാപാത്ര ചെയ്ത് തലയൊക്കെ ഡൈ അടിച്ച. ആ അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ മുന്നേ പരിചയമുണ്ടല്ലേ? എന്നിട്ടാണോ ഞാൻ പരിചയപ്പെടുത്തിയേ? ഇപ്പൊ ഞാനാരായി? അങ്കിള് പറഞ്ഞ പോലെ ഇദ്ദേഹം തങ്കപ്പെട്ടൊരു മനുഷ്യനാ. നല്ല മനസ്സല്ലേ ഇദ്ദേഹത്തിൻ്റെത്. നിങ്ങളൊന്നും അറിയാതെ എത്രയെത്ര നല്ല കാര്യങ്ങള് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അല്ലേ ഇളയച്ച? അതെ അതെ, നല്ല നടനാ ഇദ്ദേഹം. ആ ഇളയച്ചൻ വേഷം ഗംഭീരാണ് കേട്ടോ. രേവതി, ആ വേഷം ഗംഭീരാക്കിയതിന് ഇദ്ദേഹത്തിന് നമ്മുടെ വക ഒരു അവാർഡ് കൊടുത്താലോ? ആ കൊടുക്കണം കൊടുക്കണം, നല്ലൊരു സമ്മാനം തന്നെ കൊടുക്കണം. ആ പക്ഷേ അത് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് തരാം കേട്ടാ. എങ്ങനെ, അങ്ങോട്ട് പോവാം? വാ. എന്താടി, കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ദേ ഞാൻ വീട്ടിലെത്തി. ഇനിയേ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാ. പായസം ഉണ്ടാക്കാനോ? നീ സദ്യക്ക് പായസം കഴിച്ചില്ലേ? പിന്നെന്തിനാ വീണ്ടും ഉണ്ടാക്കുന്ന? വേറെന്തെങ്കിലും വിശേഷമുണ്ടോ? നല്ലൊരു വിശേഷമുണ്ട്. ഈ വീട്ടിലെ മണ്ടന്മാരെയൊക്കെ ഞാൻ പിന്നെയും പറ്റിച്ചു. അതില് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞതു മുതൽ നീ അവരെ കള്ളം പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? ഇത് എത്ര കാലം ഒന്ന് കണ്ടറിയണം. ദൈവം എന്നൊരാള് മുകളിലുണ്ട്, അത് ഓർക്കണം. ഓ അതെ, ദൈവമൊക്കെ എന്റെ ഭാഗത്ത് തന്നെയാടി. അല്ലെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? എന്താ ഉണ്ടായത്? അതേ, ഇന്ന് കല്യാണം നടന്നില്ലേ? കല്യാണ ചെക്കന്റെ അമ്മാവൻ ആരാ? ആരാ? നമ്മുടെ ബീരാൻ. അദ്ദേഹം ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. നിന്റെ വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരാരും ബീരാനെ കണ്ടില്ലേ? കണ്ടിരുന്നെങ്കിലേ ഞാൻ ഈ വീട്ടിലെ അടുക്കളയില് പായസം ഉണ്ടാക്കാൻ പോവോ? എന്റെ അമ്മായിയും എന്റെ കഴുത്തിനൊടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവില്ലേ? നീ എന്താ ചെയ്തത്? ബീരനെ വല്ല മുറിയിലും പൂട്ടിയിട്ടോ? ഏയ്, ചെറുക്കന്റെ അടുത്ത ബന്ധുവല്ലേ അദ്ദേഹം. അദ്ദേഹം മുന്നിൽ നിന്ന് നടത്തേണ്ട കല്യാണം ഇത്. അദ്ദേഹത്തിനെ അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല. പാവം, എനിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടു. ഒളിച്ചു കളിച്ചേ അവരുടെ കണ്ണിപ്പെടാതെ നോക്കി. ഒടുക്കം ഞാൻ തന്ത്രപൂർവം സംസാരിച്ച് സുധിയെയും ആന്റിയെയും അങ്കിളിനെയും, എന്തിന് ആ സച്ചിൻ രേവതിയും വരെ അവിടെ ഒന്നും പറഞ്ഞയച്ചു. കൊള്ളാം. എന്തൊരു മണ്ടന്മാരാ നോക്കിയേ. ഞാൻ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാരും അവിടുന്ന് സ്ഥലം വിട്ടു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയൂ. അവരാരെങ്കിലും ബീരാനെ കണ്ടിരുന്നെങ്കിലേ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ. നീ പറയാറുണ്ടല്ലോ, കള്ള എന്നായാലും പിടിക്കപ്പെടും, കൂടുതൽ കാലം മൂടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ. ഈ വീട്ടിലല്ലായിരുന്നെങ്കിൽ എന്റെ കള്ളത്തര ഇതിനോടകം പിടിക്കപ്പെട്ടേനെ. ഇവിടെ ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ ജന്മം ആരും സത്യം അറിയാൻ പോകുന്നില്ല. അതിനുള്ള ബുദ്ധിയൊന്നുമേ ഇവിടെ ഒന്നിനുമില്ല. ആ, രേവതിക്കും സച്ചിക്കും എന്നെ സംശയമൊക്കെ ഉണ്ട്. എന്നിട്ടേ അവർക്ക് ഇന്ന് വരെ സത്യം കണ്ടെത്താൻ പറ്റിയോ? ഇല്ലല്ലോ. ഇന്നെന്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. ഇനിയേ പേടിക്കാനൊന്നുമില്ല മീരെ. അതുകൊണ്ടാ ആ സന്തോഷത്തിന് ഇത്തിരി മധുരം കൊടുക്കാന്ന് കരുതിയത്. അതെ, നിനക്ക് പായസം വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഞാൻ സുധിയെ വിളിച്ചിട്ടുണ്ട്. സുധി ഇപ്പൊ ഇങ്ങോട്ടെത്തും. എനിക്കൊന്നും വേണ്ട, നീ അവിടുത്തെ മണ്ടന്മാർക്ക് കൊടുക്ക്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമതി നീയാ. ഏറ്റവും വലിയ മണ്ടന്മാർ ആ വീട്ടിലുള്ളവരും. ആ, അത് ശരിയാ നീ പറഞ്ഞത്. ഓക്കെ, എന്നാ ഞാൻ വിളിക്കാം മീരെ. അതെ, ഞാൻ പോയിട്ടെ പായസം ഉണ്ടാക്കട്ടെ. ശരി.
ഇളയച്ചനിപ്പോ എവിടെയുണ്ട്? മുംബൈയിലോ? ഇളയച്ചാ, ഇളയച്ചോ, ഇദ്ദേഹം ആരുടെ ഇളയച്ചനൊന്നുമല്ല, അമ്മാവനാ. നമ്മുടെ മാളുവിനെ കെട്ടിയ ചെറുക്കന്റെ അമ്മാവൻ. സച്ചിൻ രേവതിയൊക്കെ പറഞ്ഞത് സത്യമാ. എന്റെ ശരിക്കും പേര് ജയരാജ് എന്നാ. അപ്പോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ? അതെല്ലാം കള്ളമായിരുന്നു.